ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ ജോലി തിരക്കുകളും ഓർഡറിൻ്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ടിട്ട് എനിക്ക് വീഡിയോസ് ഇപ്പോൾ കറക്റ്റായിട്ട് ഇടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ ഇനി എന്തായാലും ഒരു ഡിലേ ഉണ്ടാവാതെ കറക്റ്റായിട്ട് വീഡിയോ ഇടാനായിട്ടാണ് ഞാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ബീൻസ് തോരൻ ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീൻസ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ബീൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഞാൻ അരിഞ്ഞ് സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പണി ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ തലേദിവസം നൈറ്റ് ഇതുപോലെ അരിഞ്ഞിട്ട് ഒരു ബോക്സിലിട്ടിട്ട് ഞാനിപ്പോൾ ഒരു 2 പച്ചമുളകാണ്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് മാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു പകുതി, ഒരു ചെറിയൊരു സവോളയുടെ പകുതി മാത്രം എടുക്കുക. നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വേപ്പിലുണ്ടെങ്കിൽ വേപ്പിലയും കൂടി വെക്കുക. നിർബന്ധമൊന്നുമില്ല, ഇത് രണ്ടും കൂടി ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കുക. പിറ്റേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, ഒരു കുഴപ്പമില്ല, ഒരു നിറമങ്ങലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്കപ്പോൾ നാളെ രാവിലെ ആവാൻ നേരത്ത് നമുക്ക് സ്കൂളിൽ വിടണം എന്ന ആ ഒരു തിരക്കിൽ നമുക്ക് അരിഞ്ഞ് നിൽക്കുന്നതിനേക്കാളൊക്കെ എളുപ്പമാണ് ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ രാവിലെ എടുത്തിട്ട് നമുക്ക് കടുക് താളിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പകുതി ഒരു കഷ്ണം നമുക്കിനി ആവശ്യമുണ്ട് തോരൻ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് കുറച്ച് ഒരല്പം മാത്രം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിക്കഴിയാൻ നേരത്ത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു 10-15 മിനിറ്റ് എടുത്ത് പുറത്ത് വെച്ചേക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേ ബീൻസ് കൂടി ഇട്ടിട്ടുണ്ട്. അത് നിന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ആവി കയറുന്ന ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്നൊക്കെ പറയാം. അതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, എന്നാൽ പോലും ഒരല്പം നമുക്ക് ബീൻസിനകത്തേക്കും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ ആ എടുത്ത് വെച്ചിരിക്കുന്ന പകുതി സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചൊന്ന് ഞെരടി കൊടുക്കുക. അത് നമ്മൾ കല്ലിൽ വെച്ച് അരച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ഒതുക്കി ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റെസിപ്പി കാണിച്ചു തരുന്നത്. അതിനുശേഷം നമുക്ക് ആ ബീൻസ് പകുതി വേവാകുമ്പോൾ അതിൻ്റെ പുറത്തേക്കിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് വെച്ചിട്ട് ഈ അരപ്പിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ബീൻസ് തോരൻ വളരെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഒത്തിരി അങ്ങ് ഇനി അടച്ചു വെക്കേണ്ട കാര്യമില്ല. ഇനി തുറന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണം. ഇതുപോലെ സിമ്പിൾ വിഭവമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.